ഇന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ദോശ റെസിപ്പിയാണ് കേട്ടോ. അതിനായി ആദ്യം തന്നെ ഞാനൊരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. മട്ട അരിയുടേതാണെങ്കിൽ കുറച്ച് ഒരു റെഡിഷ് കളർ ദോശയാകും എന്ന് മാത്രം. വൈറ്റ് റൈസാണ് കൂടുതലായിട്ടും നല്ലത്. അതിലേക്ക് ഞാനൊരു 5-6 സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. ആദ്യം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ബാക്കി 1/2 കപ്പും കൂടി വെള്ളവും ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കേണ്ടതാണ്. 1/4 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ജീരകം ഇഷ്ടമാണെങ്കിൽ അരച്ച മാവിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർക്കാവുന്നതാണ്. ദോശയുടെ കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അരച്ച് മാവ് ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. ഇൻസ്റ്റൻ്റായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിത് ഇൻസ്റ്റൻ്റായി അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദോശ മാവ് ഒഴിച്ച് ദോശ പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയാണ് ഒരു ഭാഗം വേവാൻ ടൈം എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നെയ്യ് പരത്തി മറിച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. മീൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ നല്ലൊരു ചട്നി ഉണ്ടാക്കിയാലും നമുക്ക് ദോശ കഴിക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ.